ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവം തന്നെ നമുക്കായി സൃഷ്ടിച്ചിട്ടുള്ളതല്ലേ ഈ പാലും നെയ്യും സ്വർണവും ജീവികളും എല്ലാം? അപ്പോൾ പിന്നെ നമ്മൾ അത് ഉപയോഗിച്ച് ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് വേണ്ടി തുലാഭാരം നേരൽ, ദൈവത്തിന് വേണ്ടി കാണിക്ക അർപ്പിക്കൽ, ദൈവത്തിന്റെ പേരും പറഞ്ഞ് കുറച്ചൊന്നുമല്ല പണം ആളുകൾ ചെലവഴിക്കുന്നത്. ഒന്ന് ചോദിക്കട്ടെ, ദൈവം ഈ പൈസ എല്ലാം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ദൈവത്തിന് ഈ കാശ് മുഴുവൻ? ഈ അടുത്തുകൂടി കേട്ട ഒരു വാർത്തയാണ് ഗുരുവായൂരിൽ ദൈവത്തിന് വേണ്ടി മഹീന്ദ്ര കമ്പനിയുടെ ഥാർ എന്ന വാഹനം നേർച്ച അർപ്പിച്ചു എന്നുള്ളത്. എന്തിനാണത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം ഈ ഥാർ എന്ന് പറയുന്ന വാഹനത്തിൽ കയറി അങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഞാൻ ഈ പറഞ്ഞ വാചകം ഭക്തരെ ഒന്ന് പൊള്ളിച്ചെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്തിയെ ഒന്ന് പൊള്ളിച്ചെങ്കിൽ സാരമില്ല. കാരണം ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ പ്രകോപനം തോന്നാവുന്ന ഒന്നാണ് ഭക്തർ ഈ കാണിച്ചു കൂട്ടുന്ന വിട്ടിത്തങ്ങൾ. ഭക്തിയുടെ പേരിൽ എന്തും ചെയ്യാം, എന്തും കാണിക്കാം എന്നുള്ളത് വളരെ മോശം ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഭക്തി എന്ന് പറയുന്ന ആശയത്തെ അല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത്. ഭക്തിയുടെ പേരിൽ കാണിച്ചു കൂട്ടുന്ന തേക്കൂത്തുകളെയാണ്. പലരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവമേ, എന്റെ ആഗ്രഹം സാധിച്ചു തന്നാൽ ഞാൻ അങ്ങേക്കായി 100 മെഴുകുതിരി കത്തിച്ചോളാം, അല്ലെങ്കിൽ പഴനിയിൽ ചെന്നും തല മുണ്ടനം ചെയ്തോളാം, അതും അല്ലെങ്കിൽ ഒരു മുട്ടനാടിനെ അറുത്തോളാം. എന്താണ് ഇതിന് പിന്നിലെ യുക്തി? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എന്താണ് ഇതിന് പിന്നിലെ യുക്തി? ഒരു 100 മെഴുകുതിരി ഇല്ലാത്തവനാണോ ദൈവം? അല്ലെങ്കിൽ നമ്മുടെ തല മുണ്ടനം ചെയ്യപ്പെട്ട് കാണാനായി ആഗ്രഹിച്ചിരിക്കുകയാണോ ദൈവം? അതും അല്ലെങ്കിൽ താൻ സൃഷ്ടിച്ച ഒരു മുട്ടനാട് കഴുത്തറക്കപ്പെട്ട് കിടന്ന് പിടയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവനാണോ പരമകാരുണികനായി നാം മനസ്സിൽ ആരംഭിക്കുന്ന ദൈവം? ഇതിന്റെയൊക്കെ ഒരു ലോജിക്കിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. തങ്ങൾ ചെയ്യുന്നതിലുള്ള കഴമ്പിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക.